Hello and welcome back. Are you doing these three mistakes in your small business marketing? If yes, then watch this video to know what are those three mistakes that you need to avoid and what you need to do to get more clients for your small business. I'm Kavitha Rajeevkumar. I'm a business success strategist for small businesses and solopreneurs, especially for service-based businesses. And I help my clients get more clients and accelerate their business. Watch this video, and if you have liked it, like it, and subscribe to my channel if you haven't, because my channel is all about entrepreneurship, work from home, mindset, getting clients, growing your business. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, സ്മോൾ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ചില മാർക്കറ്റിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള സോലോപ്രനേഴ്സും സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, അവർക്ക് മാർക്കറ്റിംഗിലാണ് ഒരു മെയിൻ പ്രശ്നമായിരിക്കണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് ടോപ്പിക് ഈ മാസത്തെ തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ മാർച്ചിൽ ഫുൾ നമ്മൾ മാർക്കറ്റിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് സംസാരിക്കാൻ പോണതും ആക്ടിവിറ്റീസും മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണ് ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾ ഈ സെഷൻ മിസ്സാക്കരുത്, കാണുക, നോട്ട്സ് എടുക്കുക, ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക. അപ്പൊ ഈ മാർക്കറ്റിംഗ് എന്ന് പറയണത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ചിലർക്കെങ്കിലും അവർ വിചാരിച്ചു വെച്ചിരിക്കണത് മാർക്കറ്റിംഗും അഡ്വർടൈസിങ്ങും രണ്ടും ഒന്നാണെന്നാണ്. അല്ല, രണ്ടും രണ്ടാണ്. ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്, അതായത് ഒറ്റ സമയം ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഉദാഹരണത്തിന് ഒരു പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ കൊടുത്തു, അല്ലെങ്കിൽ ടി വിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കുറച്ച് നോട്ടീസ് അടിച്ചിട്ട്, ഫ്ലയേഴ്സ്, പാംഫ്ലെറ്റ്സ് എന്തെങ്കിലും അടിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അത് അഡ്വർടൈസിങ് ആണ്. അതോട് കൂടിയിട്ട് അത് ആ ഒരു ഇവന്റ് കഴിഞ്ഞു. പക്ഷെ മാർക്കറ്റിംഗ് അങ്ങനെയല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റില്ല. ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേ അത് നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഇത് എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആൻഡ് സോലോപ്രനേഴ്സ്. സോലോപ്രനേഴ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഓൺടർപ്രനേഴ്സ് തന്നെയാണ് സോലോപ്രനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു സോലോപ്രനറോ സ്മോൾ ബിസിനസ് ഓണറോ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മാർക്കറ്റിംഗ് ചെയ്യണം. ഇൻഫാക്ട് നമ്മുടെ ഒരു ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് നമ്മുടെ സമയത്തിന്റെ 80% സമയം നമ്മൾ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. ബാക്കി 20% ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാർക്കറ്റിംഗ് ചെയ്താലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലയൻസ് കിട്ടുള്ളൂ. ക്ലയൻസ് കിട്ടിയാലേ നമ്മൾക്ക് എന്താ പറയാ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബിസിനസ് അപ്പോഴേ എക്സ്പാൻഡ് ചെയ്യാനോ ഗ്രോ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ക്ലയൻസ് കിട്ടണം, കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടണം എന്ന് വിചാരിക്കുന്നത് യാതൊരു തെറ്റുമില്ല. അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ട് ചെയ്ത് നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. നൂറുകണക്കിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, അട്രാക്ഷൻ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം എല്ലാം കൂടി നമ്മൾ കൈയിട്ട് നമുക്ക് ഒന്നിലും നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലത് നമ്മളുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഏറ്റവും ആദ്യം മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ
സ്റ്റെപ്പ് അല്ലെങ്കിൽ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് 90% സ്മോൾ ബിസിനസ് ഓണേഴ്സ്, പ്രത്യേകിച്ച് സോളോപ്രനേഴ്സിന് അവർ ടാർഗറ്റ് മാർക്കറ്റ് ഇല്ല. ആരാണ് നിങ്ങളുടെ ക്ലയന്റ്? എല്ലാവരും. ഈ കേരളത്തിലുള്ള എല്ലാ ലേഡീസും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും സോറി അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും. നോ, അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് സെഗ്മെന്റ് ഇല്ല. ഉദാഹരണം എടുത്തു നോക്കൂ, 2 കാർ കമ്പനീസ്, മാരുതി കാർ ഉണ്ട്, ഒരു പോർഷെ കാർ ഉണ്ട്, അല്ലെങ്കിൽ ഫോർഡ് ഉണ്ട്. ഫോർഡിന്റെ ടാർഗറ്റ് മാർക്കറ്റ് അല്ല മാരുതിന്റെ ടാർഗറ്റ് മാർക്കറ്റ്, മാരുതിന്റെ ടാർഗറ്റ് മാർക്കറ്റ് അല്ല പോർഷെന്റെ ടാർഗറ്റ് മാർക്കറ്റ്. ഇനി ഇവരുടെ ടാർഗറ്റ് മാർക്കറ്റ് അല്ല ജീപ്പിന്റെ ടാർഗറ്റ് മാർക്കറ്റ്. ഇതെല്ലാം തന്നെ കാർ കമ്പനീസ് ആണ് അല്ലേ? പക്ഷെ ഈ 4 കമ്പനിയുടെ ടാർഗറ്റ് മാർക്കറ്റ്, ടാർഗറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇതുപോലെ തന്നെ ഒരു കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇപ്പോ ചെറിയ കുക്കിംഗ് ഓറിയന്റഡ് ഹോം ബേസ്ഡ് ബിസിനസ് മുതൽക്ക് വലിയ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയ ടീമിനെ മാനേജ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ ആരും ആയിക്കോളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാവണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആരാവണം നിങ്ങളുടെ കസ്റ്റമർ, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ഡ്രീം ക്ലയന്റ്, അവരെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്, അവരുടെ ഗ്രൂപ്പിന്. അപ്പൊ ഇതില് ജസ്റ്റ് നമ്മൾക്ക് ആരാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് വെറുതെ അറിഞ്ഞാൽ പോരാ. ഉദാഹരണത്തിന് ഇപ്പോ കേക്ക് ഇഷ്ടമുള്ള എല്ലാവരും, നോ, അതല്ല ടാർഗറ്റ് മാർക്കറ്റ്. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് അറിയണം. ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ്, എന്താണ് അവരുടെ ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ, ഇനി കുട്ടികളാണെങ്കിൽ അവർ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട കുട്ടികളാണ്, അല്ലെങ്കിൽ ടീനേജേഴ്സ് ആണോ, ഗേൾസ് ആണോ, ബോയ്സ് ആണോ, അല്ലെങ്കിൽ അവര് എവിടെയാണ് ഫ്രീ ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നത്, ഇന്റർനെറ്റ്, അല്ലെങ്കിൽ അവർ ഏത് ടൈപ്പ് ഏത് ന്യൂസ് പേപ്പർ വായിക്കണോ, ഏത് ടൈപ്പ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണോ, ഏത് മാഗസീൻസ് കാണണോ, അല്ലെങ്കിൽ എങ്ങനത്തെ സിനിമ കാണണോ, ഏത് ഷോപ്പിംഗ് അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് അവർ പോകുന്നത്, തുടങ്ങിയിട്ട് അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, ഇൻകം ലെവൽ, ഏത് സെക്ടറിൽ ജോലി ചെയ്യണു, ദെൻ വീട്ടിൽ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇനി ഇവര് ഏത് ലൊക്കേഷനിൽ താമസിക്കുന്നു, ഇവർക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെ ഇല്ല, തുടങ്ങിയിട്ട് ഇൻ ഡെപ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവെള്ള പോലെ അറിയണം നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിനെ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് അസലായിട്ട് അറിയാനായിട്ട് പറ്റും അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. കാരണം വളരെ ആപ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതുകൊണ്ടാണ് എല്ലാ കമ്പനീസും, വലിയ വലിയ കമ്പനീസും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട് ധാരാളം സമയം, എഫേർട്ടും പൈസയും ചെലവാക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. അപ്പോ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണെന്നുള്ളത് എഴുതി ഉണ്ടാക്കണം. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോസിഷൻ, യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ്, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണ്, USP എന്നാണ് ഷോർട്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ച സംസാരിക്കണ്ടായി. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഫയൽ സെക്ഷനിൽ എടുത്ത് കാണണം.
അതിനകത്ത് USPയുടെ ഇമ്പോർട്ടൻസും എന്തിനാണ് USP എന്നുള്ളതും എങ്ങനെ നിങ്ങൾക്ക് USP കോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ kindly go back and watch that video if you haven't. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഈ ആഴ്ച, കാരണം നമ്മൾക്ക് സംസാരിക്കാനുള്ളത് മാർക്കറ്റിംഗിന്റെ ബേസിക്സ് ആണ്. ഇനി അപ്പൊ നിങ്ങൾ ടാർഗറ്റ്സ് മാർക്കറ്റ് ആരാണെന്നുള്ളത് എഴുതി ഉണ്ടാക്കി. ഇനി അടുത്തത് എഴുതി ഉണ്ടാക്കേണ്ടത് USP ആണ്. നിങ്ങളുടെ ബിസിനസിന്റെ USP, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കോമ്പറ്റീറ്ററിൽ നിന്നും നിങ്ങൾ എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് നിങ്ങളിൽ നിന്നും സാധനം മേടിക്കണം. ഒരേ സാധനം വിൽക്കുന്ന നിറയെ ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പോ ഒരു 10 ബേക്കേഴ്സ് എങ്കിലും കാണും ഈ ഗ്രൂപ്പിനകത്ത്, ചുരുങ്ങിയത്. ഈ 10 ബേക്കറിൽ നിന്ന് ആരിൽ നിന്ന് മേടിക്കണം? ഓരോരുത്തർക്കും കച്ചവടം വേണം. അപ്പൊ അങ്ങനെയാകുമ്പോ നിങ്ങളുടെ USP എന്താണ്? എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മേടിക്കണം? തിങ്ക് അബൌട്ട് ഇറ്റ്, സ്പെൻഡ് സം ടൈം, റൈറ്റ് ഇറ്റ്. ഇത് സ്റ്റെപ്പ് നമ്പർ 2. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്, ഇനി അടുത്ത ബഡ്ജറ്റ് ആണ്. ഇതൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഒരു മാസം ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന ഒരു ധാരണ ഉണ്ടാവണം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നതില് ഒട്ടും തന്നെ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാണ്ട്, പൈസ സ്പെൻഡ് ചെയ്യാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നടക്കും ഇല്ലാന്നില്ല. ഓർഗാനിക് സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ലോങ് റണ്ണില് ക്ലയൻസ് വേണം, നിറയെ ക്ലയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. പൈസ ഇറക്കാതെ ഒരു ബിസിനസ്സും ഓടില്ല. ഇൻവെസ്റ്റ്മെന്റ് വേണം, എന്നാലേ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺസ് കിട്ടുള്ളൂ. ഇത് ഒരു പൈസയും ഇറക്കാണ്ട്, ഒരു പൈസയും ചെലവാക്കാണ്ട് ഒരു ബിസിനസ്സും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത് വെറുതെ ഹോബി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒരു പ്രോപ്പർ ബിസിനസ് ആവണമെങ്കിൽ യു നീഡ് ടു സ്പെൻഡ് മണി ഓൺ ദാറ്റ്. അത് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ലിമിറ്റഡ് ആവാം, നല്ലോണം ചെലവഴിക്കാം, അതെല്ലാം ഇറ്റ്സ് അപ് ടു യു. ബട്ട് ദിസ് ഈസ് വൺ റിയാലിറ്റി വിച്ച് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കാരണം മിക്ക ആൾക്കാരും ചോദിച്ചു വരുന്നത് ഓർഗാനിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ധാരാളം സമയമെടുക്കും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോ നാളെയോ കൊണ്ട് നമുക്ക് ക്ലയൻസ് കിട്ടില്ല. ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും. നിങ്ങൾക്ക് അത്രയും നാളെ പിടിച്ചു നിൽക്കാന്നുള്ള ഇതുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ക്ലയൻസ് ഇല്ലാണ്ട് ബിസിനസ് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. ബട്ട് ദെൻ ഐ വിൽ നോട്ട് കൺസിഡർ ദാറ്റ് ആസ് എ പ്രോപ്പർ ബിസിനസ്. പ്രോപ്പർ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്ലയൻസ് വന്നുകൊണ്ടിരിക്കണം. ആൻഡ് അവർ വന്നുകൊണ്ടിരിക്കണം. ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് വരണം. അപ്പം ഒരു ബഡ്ജറ്റ് തീരുമാനിക്കാം. അതിന് ഇത്ര ലോവർ ലിമിറ്റ്, ഇത്ര അപ്പർ ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ അപ് ടു യോർ ഇൻഡസ്ട്രി, what exactly you want, how many clients you want, how fast you want, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, അങ്ങനെ നിങ്ങളുടെ നേരത്തെ ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അതോ ഇത് പുതിയ ബിസിനസ് ആണോ, ഈ ബിസിനസിന്റെ സ്കോപ്പ് എന്താണ്, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, ഇത് മേടിക്കാനായിട്ട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടോ, ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്, അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ. നിങ്ങൾ മാർക്കറ്റിംഗ് ഒക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യാനായിട്ട്. അതിന്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോണില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. എന്നിട്ടായിരിക്കണം നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത്. എന്നിട്ട് അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 3 സ്റ്റെപ്സും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. 4ാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു ദിവസം സംസാരിക്കാം.
ഇന്നത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ കോമൻസ്.